ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപഥത്തിൽ വനാന്തരങ്ങളിൽ നരഭോജികളുടെ ഇടയിൽ സുവിശേഷ ദൗത്യമായി ഇറങ്ങിച്ചെന്ന ഒരു വൈദികനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. മിഷണറി വൈദിക പട്ടം സ്വീകരിച്ച ഫാദർ സെക്വാഡ് നരഭോജികളുടെ മാനസാന്തരം തൻ്റെ സുവിശേഷ ദൗത്യമായി ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ വനാന്തരങ്ങളിലേക്ക് കാൽനടയായി ചെന്ന ഉൾക്കാടുകളിലെത്തിയ ആ വൈദികൻ ക്ഷീണിച്ച് അവശനായി ഒരു പാറപ്പുറത്ത് ചാരിക്കിടക്കുന്നു. അപ്പോഴാണ് ഒരു കൂട്ടം നരഭോജികൾ അതിലെ കടന്നു വരുന്നത്. ഈ സുന്ദരനായ മനുഷ്യനെ കണ്ട നരഭോജികൾ ഇദ്ദേഹത്തിൽ ആകൃഷ്ടനായി അന്നത്തെ അത്താഴത്തിനുള്ള വക ലഭിച്ചു എന്നുള്ള അത്യന്ത സന്തോഷത്തോടെ ഈ വൈദികനെ പിടിച്ചുകെട്ടി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് കടുത്ത പനി ബാധിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം, പനി പിടിച്ച മൃഗങ്ങളെയോ പക്ഷികളെയോ നമ്മൾ പോലും ആഹാരത്തിനായിട്ട് തിരഞ്ഞെടുക്കാറില്ല. അതുപോലെ ഈ രോഗിയായ വൈദികനെ അവർ അന്ന് ആഹാരത്തിനായിട്ട് തിരഞ്ഞെടുക്കാൻ തയ്യാറായില്ല. ഇദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യം സംഭവിച്ച ശേഷം വകവരുത്താമെന്ന് ചിന്തിച്ച് ആ നരഭോജികൾ ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് തയ്യാറായി. ഈ നരഭോജികളുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയ വൈദികൻ അവരുമായി സുഹൃബന്ധത്തിലായി. രോഗമൊക്കെ മാറി അവരുടെ കൂടെ അവരുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സഹകരിച്ചു വന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി അവരുടെ ആയുധങ്ങളൊക്കെ മൃഗങ്ങളുടെ അസ്ഥികൾ കൂർപ്പിച്ചും ഷാർപ്പൻ ചെയ്തും നല്ല ബലമുള്ളതായ മരക്കൊമ്പുകൾ കൂർപ്പിച്ചുമൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ അവർക്ക് ഒരു എളുപ്പവഴി പറഞ്ഞു കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ എത്തിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ നാട്ടിലേക്ക് വന്നാൽ നമുക്കത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരുമായി നാട്ടിൽ വന്ന് അവർക്കാവശ്യമുള്ള വാക്കത്തി, കോടാലി തുടങ്ങിയ ആയുധങ്ങൾ ശേഖരിച്ച് ഇവർക്ക് കൊണ്ടുകൊടുക്കുകയാണ്. ആയുധങ്ങൾ കിട്ടിയ നരഭോജികൾ അവർക്ക് സ്വർഗം കിട്ടിയ ഒരു സന്തോഷമായിരുന്നു. അവരത് നിധി പോലെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഈ വൈദികനുമായി ആഴമേറിയ സ്നേഹബന്ധത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും ഈ അച്ഛൻ്റെ ആയുധം കാണാതാകുന്നത്. അച്ഛൻ തൻ്റെ ആയുധം നഷ്ടപ്പെട്ട വിവരം ഈ നരഭോജികളായ സുഹൃത്തുക്കളെ അറിയിച്ചു. അവർക്ക് വലിയ പ്രയാസമായി. ഞങ്ങൾക്ക് ഇത്രയും ഉപകാരം ചെയ്യുന്ന അച്ഛൻ്റെ ആയുധം ഒരുപക്ഷെ അവരിൽ ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കാമെന്നാണ് അവർ മനസ്സിലാക്കിയത്. അത് കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഒരു ഹെലികോപ്റ്റർ ആ വനത്തിന് മുകളിൽ കൂടെ പറക്കുന്നത്. അവരാദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അവർ ധരിച്ചു ഏതോ അരൂപി അതിലെ കടന്നു വന്നതാണ്. അത് ഈ അച്ഛൻ്റെ ആയുധം മോഷ്ടിച്ചതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു ശിക്ഷയാണ്. ഏതായാലും അതോടുകൂടെ അവരുടെ ഇടയിലും ഒരു പനി വ്യാപിച്ചു. അവർക്ക് അതൊരു ശാപമായിട്ട് മനസ്സിലാക്കുവാനായിട്ടിടയായി. എന്തായാലും ഈ നഷ്ടപ്പെട്ട അച്ഛൻ്റെ ആയുധം കണ്ടെത്തുവാനായിട്ട് അവരും ശ്രമം നടത്തി. അപ്പോഴാണ് അവരിലൊരു വിരുദ്ധനാണ് അത് മോഷ്ടിച്ചത് എന്ന് കണ്ടെത്തി. ആ വിരുദ്ധനെ പ്രായശ്ചിത്തമായിട്ട് ഈ അച്ഛൻ്റെ സഹായിയായി അവർ നിയോഗിക്കുകയാണ്. എന്തായാലും അച്ഛൻ്റെ സഹായത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആ മോഷ്ടാവായ നരഭോജി അച്ഛൻ്റെ സ്നേഹമിശ്രണമായ ഇടപെടലും അച്ഛൻ്റെ പ്രാർത്ഥനാ ശൈലിയുമൊക്കെ ആകർഷിക്കപ്പെട്ടു.
അങ്ങനെ അദ്ദേഹവും ഒരു വൈദികനാകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെയും, ബഹുമാനപ്പെട്ട സെക്വാഡ് അച്ഛൻ ഈ നരഭോജിയായ മനുഷ്യനെ വൈദിക വിദ്യാഭ്യാസം നൽകുവാനായിട്ട് സഭാ മേലധികാരിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വൈദിക വിദ്യാഭ്യാസം ലഭിച്ച് അദ്ദേഹം ഒരു വൈദികനായി മാറി. നരഭോജികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് സമർപ്പണ ബുദ്ധിയായി ഇറങ്ങിച്ചെന്ന ആ ബഹുമാനപ്പെട്ട വൈദികന്റെ പ്രവർത്തനമാണ് നരഭോജികളിൽ വൈദികരെ ലഭിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായത്. അടുത്ത കാലത്ത് അമേരിക്കയിലെ സുവിശേഷ ദൗത്യവുമായിട്ട് കൊച്ചച്ചൻ കടന്നു ചെന്നപ്പോൾ അവിടെ വനാന്തരങ്ങളിലുള്ള ആശ്രമങ്ങൾ സന്ദർശിക്കുവാനായിട്ട് ഇടയായി. ഇപ്പോഴും അമേരിക്കയിലെ വനാന്തരങ്ങളിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ആശ്രമവാസികളായ വൈദികര് ഒരുപക്ഷെ ഈ നരഭോജികളുടെ പരമ്പരയായിരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു പോകുകയായിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ സുവിശേഷ ദൗത്യമായിട്ട് നമുക്ക് അനുകൂല സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരാണ്. പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യമായിട്ട് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് ഒരു ത്യാഗമായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കണം. അനുകൂലമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് എളുപ്പമാണ്. എന്നാൽ പ്രതികൂലതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവിക സ്നേഹത്തിൻ്റെ സന്ദേശവുമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ആത്മാക്കളെ നേടുവാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ തൻ്റെ പ്രവർത്തന മേഖലയായിട്ട് തിരഞ്ഞെടുത്തത് മരുഭൂമിയാണ്. മത്തായി സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം ആദ്യ ഭാഗത്ത് തന്നെ യോഹന്നാൻ യഹൂദിയയിലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിനെന്ന്. അപ്പോൾ മരുഭൂമി, വൈൽഡർനെസ് എക്സ്പീരിയൻസ്, അതാണ് സുവിശേഷ ദൗത്യം നിർവഹിക്കുവാനുള്ളതായ വേദി എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. നമ്മുടെ കർത്താവ് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച ശേഷം ഉപവാസത്തിനായിട്ട് തെരഞ്ഞെടുത്ത ഇടം മരുഭൂമിയായിരുന്നു. ഈ മരുഭൂമിയിൽ താൻ ഉപവാസം അനുഷ്ഠിച്ച ശേഷം തിരിച്ചു വന്നപ്പോൾ വന്നതായ പ്രതിസന്ധി നമുക്ക് അറിയാം. പൈശാചിക പ്രലോഭനത്തിന് വിധേയപ്പെട്ടതായ ഒരു അവസ്ഥ. പ്രിയമുള്ളവരെ, സുവിശേഷ ദൗത്യം എന്ന് പറയുന്നത് പ്രതികൂലതകളിൽ നിർവഹിക്കേണ്ടതായ ഒരു ശുശ്രൂഷയാണ്. അവിടെ പ്രതികൂലതകളിൽ പതറാതെ നമ്മുടെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ആ സുവിശേഷ ദൗത്യം ഫലപ്രദമാകുവാനായിട്ട് ഇടയാകുക. ഇന്ന് ആധുനിക സമൂഹത്തിൽ സ്വാധീനിക്കുന്ന ഒരു പ്രവണതയുണ്ട്. സുവിശേഷത്തെ ഒരു സമൃദ്ധിയുടെ ശുശ്രൂഷയായിട്ട് ഏറ്റെടുക്കുന്ന അവസ്ഥ. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് തന്നെ പറയപ്പെടുന്നു. അത് വളരെ അപകടകരമായൊരു അവസ്ഥയാണ്. ഒരുപക്ഷെ പെട്ടെന്ന് ആളുകളെ ആകർഷിക്കുവാനായിട്ടത് സഹായിച്ചേക്കാമെങ്കിലും ദൈവാനുഭവത്തിൽ നിലനിർത്തുവാനായിട്ട് പലപ്പോഴും അത് സാധിക്കാറില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ ആദ്യകാലങ്ങളിൽ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്തതായ അത്ഭുതങ്ങൾ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നടന്നപ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് അനേകരെ ആകർഷിക്കപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു.
അതുകൊണ്ട് ആ മേഖലകളിലേക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്യുവാനായിട്ട് തയ്യാറായി. എന്നാൽ സംഭവിച്ചെന്താണെന്നറിഞ്ഞോ? ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവര് പോയ വഴി പിന്നെ കാണുന്നില്ല. അപ്പോഴാണ് യഥാർത്ഥമായ സുവിശേഷ ദൗത്യം ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധിച്ചത്. അങ്ങനെയാണ് കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ആ വിളി ഏറ്റെടുക്കുവാനുള്ളതായ ദൗത്യം ജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് ഇടയാകുന്നത്. പ്രിയമുള്ളവരെ, അത് വാസ്തവത്തിൽ ഈ ശുശ്രൂഷയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് അനുഭവത്തിലൂടെ സാധിച്ചു. ഞാൻ പറഞ്ഞത്, പ്രതികൂലതകളിൽ ദൈവസ്നേഹം പ്രകടമാക്കുവാനായിട്ടുള്ള ഒരു സന്നദ്ധതയ്ക്ക് നമ്മൾ തയ്യാറാകുമ്പോഴാണ് സുവിശേഷ ദൗത്യങ്ങൾ അത് അനുഭവമായി തീരുവാൻ തക്കവണ്ണം ഇടയാകുക. തീർച്ചയായിട്ടും ശുശ്രൂഷകളിലൂടെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങളൊക്കെ നടക്കും. എന്നാൽ അതിന് ഗൗരവം കൊടുക്കാതെ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ളതായ ഒരു വിളി, ആ ഒരു ഉൾക്കാഴ്ച കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി തീരുക. നമുക്കറിയാം, മോശ ആട്ടിടയനായിരുന്നു. അദ്ദേഹം തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊടുക്കുന്ന സമയത്ത്, അതും മരുഭൂമിയാണ് അദ്ദേഹം അതിനായിട്ട് തിരഞ്ഞെടുത്തത്. അദ്ദേഹം ആടുകളെ കൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറബിലേക്ക് നയിക്കുകയാണ്. അവിടെ മോശയ്ക്ക് ലഭിച്ചതായ ആ മുൾപ്പടർപ്പ് അനുഭവം, ആ അഗ്നി അഭിഷേകം മോശയെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ ആ അനുഭവമാണ് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ മിസ്രയീമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ തക്കവണ്ണം ആട്ടിടനായ മോശയ്ക്ക് ലഭിച്ചതായ വിളി. അപ്പോൾ നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളിൽ ഇതുപോലെ മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. എന്താ മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത്? ചുട്ടുപൊള്ളുന്നതായ അവസ്ഥ, ദാഹജലം പോലും ലഭിക്കാത്തതായ അനുഭവം, ക്ഷുദ്രജീവികളുടെ ഉപദ്രവം, അതുപോലെ പ്രകൃതിയുടെ മണൽക്കാറ്റ് തുടങ്ങിയതായ പ്രകൃതി ക്ഷോഭങ്ങൾ, ഇവയിലാണ് ഈ വൈൽഡർനെസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടവരാണ്. അനുഭവങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഫാദർ സെക്വാർഡ് തിരഞ്ഞെടുത്തതുപോലെ വനാന്തരത്തില് ആ പ്രതികൂലതകളെ, അവസ്ഥകള് സുവിശേഷ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവിക ശക്തി നമ്മളിൽ വ്യാപരിക്കുവാനും നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കുക. പലപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ദൈവിക വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. നമ്മുടെ കണക്കുകൂട്ടലുകൾ പലപ്പോഴും പരാജയപ്പെടുവാനിടയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത് ഇതാണ് വഴി, ഇതിലേ പോകുക എന്നുള്ളതായ ദൈവിക സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ദൈവം അതിൽ ഇടപെടുകയും ആ ശുശ്രൂഷ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്യുക. ഞാൻ ഓർക്കുകയായിരുന്നു, 2001 ആദ്യകാലങ്ങളിൽ ഞാനും എൻ്റെ മകനും കൊച്ചച്ഛനുമായിട്ട് ഒരു പ്രാർത്ഥനായോഗത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ഏതാണ്ട് രാത്രി 12 മണി ആയ സമയമാണ്. ഞങ്ങളുടെ ഈ ശുശ്രൂഷ ദൗത്യത്തെക്കുറിച്ച്
ദൈവിക ആലോചനയ്ക്ക് വേണ്ടിയിട്ട് അല്പസമയം ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്നതായ ഒരു ചിന്ത, കാടുകളിൽ വന്യമൃഗങ്ങൾ ശബ്ദം വയ്ക്കുന്നതായ ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ ഷെയർ ചെയ്തു, എന്താ ഈ കാട്ടില് മൃഗങ്ങൾ കൂകുന്നതായ, കുറുക്കൻ കൂകുന്നതായ, സിംഹം അലറുന്നതായ ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോൾ ഇതെന്താണ് എന്ന് ദൈവത്തോട് സന്ദേശം ചോദിച്ചു. അപ്പോഴാണ് ദൈവം നൽകിയതായ ഒരു ആശയം, രാത്രിയിൽ രാക്കാലങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കുവാനായിട്ട്. കാട്ടുമൃഗങ്ങള് രാക്കാലങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നതായ ആ ആശയം ഞങ്ങളോടും രാത്രിയിലെ രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് തമ്പുരാനോട് നിലവിളിക്കുവാനായിട്ടുള്ള ഒരു ബോധ്യമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാൻ ഓർക്കുകയായിരുന്നു, അന്ന് മുതൽ ആഴ്ചയിൽ എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ ജാഗരണ പ്രാർത്ഥന ഞങ്ങളുടെ ഭവനത്തിൽ നടത്തി വന്നത് ഞാൻ ഓർക്കുകയായിരുന്നു. ആ ജാഗരണ പ്രാർത്ഥന പിന്നീട് ഒരു ഉപവാസ പ്രാർത്ഥനയായിട്ട് മാറി. ഞങ്ങളുടെ ഭവനത്തിൽ നടന്ന ശുശ്രൂഷയായിരുന്നത്. ഞങ്ങളുടെ ഇടവത്രാപോലിത്തായും പലപ്പോഴും ആ ശുശ്രൂഷകളിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വളർന്നു വന്ന ഒരു ശുശ്രൂഷയാണ് ഇന്ന് സുഗത ധ്യാന കേന്ദ്രമായിട്ട് ദൈവം വളർത്തിയെടുത്തത്. തമ്പുരാനോട് ആലോചന ചോദിക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് നൽകുന്നതായ നിർദ്ദേശം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ തമ്പുരാൻ വളർത്തിയെടുക്കുവാനായിട്ട് ഇടയാകുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം എല്ലാം കർത്താവിൻ്റെ ശിഷ്യരായിട്ട് വിളിക്കപ്പെട്ടവരാണ്. കർത്താവിൻ്റെ ശിഷ്യരെങ്കിലും കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ്റെ കോണും ബാധ്യസ്ഥരാണ്. ഇന്ന് നമ്മൾ വചനം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. വചനം കേൾക്കുക മാത്രമല്ല, വചനം പങ്കുവയ്ക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരുവാനായിട്ട് ഇടയാകണം. ലോകം മുഴുവനും കർത്താവിൻ്റെ സുവിശേഷ ദൗത്യമായി ഇറങ്ങിച്ചെന്ന് സർവ ലോകത്തിനും ഉണ്ടാകുവാനുള്ളതായ ഈ വലിയ സുവിശേഷം, അതിൻ്റെ ദൗത്യവാഹകരായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതിനുള്ളതായ കരുത്ത് തമ്പുരാനിൽ നിന്നും ഏറ്റെടുക്കുവാനായിട്ട് നമുക്കിടയാകണം. പലപ്പോഴും നമ്മൾ ആത്മീയമായിട്ട് വളരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഈ ആത്മീയ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മെ തന്നെ നേടുവാനായിട്ട് സാധിക്കണം എന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ നമ്മിലൂടെ ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയാകണം. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് നാം തയ്യാറാണോ? വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി തീരുവാൻ്റെ കോണം, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശകരായി തീരുവാൻ്റെ കോണം, അനേക ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണുള്ള ദൗത്യം ഏറ്റെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട വചനങ്ങൾക്കനുസൃതമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഫാദർ സെക്വാഡ് ഏറ്റെടുത്തതായ ആ ദൗത്യം നമ്മുടെ കർത്താവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകനും നമ്മുടെ പൂർവ്വപിതാവായ മോശയും നിർവഹിച്ചതായ ആ ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മേ മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധിതകളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെ നാമത്തിൽ തന്നെ. ആമേൻ.